ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് വലിയ നേതാവാകാൻ നോക്കിയതാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. പക്ഷേ ഒടുക്കം സംഭവിച്ചതോ? കണക്ക് ചോദിച്ചപ്പോൾ ബബ്ബ അടിച്ചു നിൽക്കുന്ന മന്ത്രിയെ കണ്ട് സഭ ഒന്നാകെ ചിരിച്ചുപോയി. ആ തമാശ നമുക്ക് അവസാനം കാണാം. സംഭവം നടന്നത് ഇങ്ങനെയാണ്. സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ശാന്തകുമാരി MLA വിചാരിച്ചു മന്ത്രിയെ ഒന്ന് സഹായിക്കാമെന്ന്. ടീച്ചറെ, നമ്മുടെ വയോജനങ്ങൾക്കായി നമ്മൾ എന്തൊക്കെ ചെയ്തു? ആ കണക്കുകളൊന്ന് നിരത്താമോ എന്നായിരുന്നു ചോദ്യം. പടക്കം പൊട്ടുന്നത് പോലെ മറുപടി വരുമെന്ന് കരുതിയവർക്കെല്ലാം തെറ്റി. കയ്യിലൊരു വലിയ പേപ്പർ കെട്ടുണ്ടായിരുന്നെങ്കിലും മന്ത്രിയുടെ നാവ് മാത്രം പൊന്തിയില്ല. സ്പീക്കറെ നോക്കി സർ സർ എന്ന് 3 വട്ടം വിളിച്ചതല്ലാതെ ഒരു കണക്കും പുറത്തു വന്നില്ല. പേപ്പർ കെട്ടുകൾക്കിടയിൽ മന്ത്രി വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ഭരണപക്ഷത്തിന് പോലും മുഖം പൊത്തേണ്ടി വന്നു. ഒടുവിൽ പാവം മന്ത്രി സത്യം സമ്മതിച്ചു. അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കണക്കൊന്നുമില്ല, എനിക്കറിയില്ല. ഓരോ സ്ഥലത്തെയും കണക്ക് വെവ്വേറെയാണത്രേ. പ്രതിപക്ഷത്തെ വിരട്ടാൻ നോക്കിയ മന്ത്രി സ്വന്തം പാർട്ടിക്കാർ ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സഭയിലെ ആ പ്രഹസനം ഭരണപക്ഷത്തിന് തന്നെ വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. എന്തായാലും ചോദ്യത്തിന് ഉത്തരമില്ല. പകരം വിറച്ച് ബബ്ബ അടിച്ച മന്ത്രിയുടെ ആ മാസ് പ്രകടനം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി ചോദ്യതാണ്. വയോമിത്രം പരിപാടിയുടെ ഭാഗമായി ഇത് എത്ര ഗുണഭോക്താക്കളിൽ എത്ര രൂപയാണ് നാളിതുവരെ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചെന്ന് വ്യക്തമാക്കാമോ? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വയോമിത്രം പദ്ധതി എല്ലാ കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വ്യാപിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വാതിൽപ്പടി സേവനവും മെഡിക്കൽ അസിസ്റ്റൻസും ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനവും മരുന്നുകളും ലഭ്യമാക്കുന്നു എന്ന് മാത്രമല്ല, വയോജന ക്ലബ്ബുകൾ, ചിലയിടങ്ങളിൽ വയോജന പാർക്കുകൾ തുടങ്ങിയ സേവനങ്ങളും അവർക്ക് നൽകി വരുന്നുണ്ട്. മാനസിക ഉല്ലാസത്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. എത്ര ഗുണഭോക്താക്കൾ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഇപ്പോൾ എൻ്റെ കൈവശമില്ല. വിവിധ മുനിസിപ്പാലിറ്റികളിൽ പല അളവിലാണ് വയോമിത്രത്തിൻ്റെ ഗുണഭോക്താക്കൾ അംഗങ്ങളായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നത്. സർ, ഈ പദ്ധതി നഗരപ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വ്യക്തമാക്കാമോ? ഇപ്പോൾ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അത് ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഈ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെ കുറിച്ച് പരിഗണിച്ചു വരികയാണ്. ഉടൻ തന്നെ ആ രീതിയിൽ കേരളത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും ഈ സേവനം ലഭ്യമാക്കാനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണ്.